ഹലോ ഗൈസ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഫാമിലിയാണ് അമൃത സുരേഷ്. അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളും അവരുടെ മകളായ പാപ്പുവിനെ പറ്റി എല്ലാം നമുക്കറിയാം. കുറേ നാളായിട്ട് അവർക്കെതിരെ കുറേ സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അവരുടെ ഫാമിലി, അവരുടെ പേഴ്സണൽ മാറ്റേഴ്സൊക്കെ വലിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി അവരുടെ മകളായ പാപ്പുവിൻ്റെ, അതായത് അവന്തികയുടെ പിറന്നാളായിരുന്നു. അതിനെ തുടർന്ന് അവന്തികയുടെ അച്ഛനായ ബാല കുറച്ച് വീഡിയോസ് ഇടുകയും പിന്നീടുണ്ടായ കുറേ സംഭവങ്ങൾ നമ്മളെല്ലാം റീസെൻ്റ്ലി കണ്ടതാണ്. അതേ തുടർന്ന് ആക്ച്വലി ഈ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഈ ബാല വന്ന ഓരോ വീഡിയോസ് അവരുടെ ഫാമിലിനെ കുറിച്ചും പഴയ ഭാര്യയായ അമൃത സുരേഷിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മകളെക്കുറിച്ചും മകളോട് സ്നേഹമാണ്, മകളെ അവർ കാണിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനൊക്കെ ഈ റീസെൻ്റ്ലി ഇട്ട വീഡിയോയിന് ഇതായിട്ട് പാപ്പു ഒരു വീഡിയോ ചെയ്തിരുന്നു. പാപ്പു എന്ന് പറഞ്ഞാൽ വെറും 12 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടി എന്ന് പറയുമ്പോൾ എത്രമാത്രം മെച്യൂരിറ്റി ഉണ്ടാവും, ആളുടെ സംസാരം, ആളുടെ ഫീലിംഗ് ആണ് എക്സ്പ്രസ് ചെയ്ത്. പക്ഷേ ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമ്മൾ ഞെട്ടിപ്പോവും. ഇത്രയേ ഉള്ളൂ ഈ മലയാളികൾ നമ്മൾ വിചാരിക്കും. കാരണം ഒരു കുട്ടീനെ, വെറും ഒരു 12 വയസ്സുള്ള കുട്ടീനെയാണ് ഇത്രയും ആക്രമിക്കുന്നത്. ഓർത്ത് നോക്ക്, നിങ്ങളുടെ വീട്ടിലൊരു 12 വയസ്സുള്ള കുട്ടിയോട് നിങ്ങൾ പെരുമാറുന്ന രീതിയിലാണോ ഒരു വീഡിയോ ഇട്ടതിന് ഈ പാപ്പുവിൻ്റെ മേൽ എല്ലാവരും പറയുന്നത്. ആക്ച്വലി പലരും അതിൻ്റെ ഇടയിൽ കമൻറ്റ് പറയുന്നുണ്ട്, പാപ്പുവിനെ പറഞ്ഞു പഠിപ്പിച്ചതാണ്, അമ്മ വളർത്തിയതിൻ്റെ കുഴപ്പമാണ്, അച്ഛനെതിരെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് കുറേ, അതും കുറേ വൃത്തികേടും, അവൾ അഹങ്കാരി, ഇതാന്ന് പറഞ്ഞ ഒരു വെറും 12 വയസ്സുള്ള ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഇതില്ലാത്തൊരു കുഞ്ഞു കുട്ടിയാണ് അവളെ ഇങ്ങനെയൊക്കെ പറയുമ്പം നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടീനെ നമ്മളെങ്ങനെ സംസാരിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ കുട്ടി കമൻസ് ഒക്കെ വായിക്കുന്നുണ്ടാവും. പിന്നെ ഇത് പറഞ്ഞു പഠിപ്പിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. ആ കുട്ടി സംസാരിക്കുന്ന രീതിയും അവളുടെ ആ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുന്ന വേയും അതെല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആളുടെ അനുഭവത്തിൽ നിന്ന് എടുത്ത് പറയുന്നതാണ്. അല്ലാതെ ഒരാൾ എഴുതി കൊടുത്ത് ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ പറയുന്ന ഒരു രീതിയിലല്ല ആ കുട്ടി സംസാരിക്കുന്നത്. കുട്ടി ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ചൈൽഡ്ഹുഡിലുണ്ടായ ട്രോമയും എല്ലാം ആയിരിക്കാം ആ കുട്ടിയുടെ വീട്ടുകാർ, അല്ലെ എൻ്റെ അമ്മയും സഹോദരിയും അതുപോലെ തന്നെ ഗ്രാൻഡ് മദറും, അവരെല്ലാം ഇരുന്ന് വിഷമിക്കുന്നത് കാണുമ്പോൾ ആ കുട്ടിക്ക് ഇനി തൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പറയണമെന്നുള്ള തോന്നിയ ആ ഒരു ഇമ്പൾസിലിട്ട വീഡിയോ ആയിരിക്കാം. അപ്പോൾ ആ ഒരു 12 വയസ്സുള്ള കുട്ടിക്ക് എന്തുമാത്രം മെച്യൂരിറ്റി ഉണ്ട്, എന്തുമാത്രം ചിന്തിക്കാനുള്ള, സമൂഹം എങ്ങനെ അത് എടുക്കും എന്ന് പറയാനുള്ള ഒരു മെച്യൂരിറ്റി ആയിട്ടില്ല. ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഫാമിലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ പാപ്പു അതിൽ ചെയ്തുള്ളൂ. പാപ്പു എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡിൽ ഒത്തിരി ട്രോമ അനുഭവിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ ഒരു സിംഗിൾ പേരൻറ്റിംഗ് ആയിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം, ഈ പാപ്പു വീഡിയോ ഇട്ടതിന് ശേഷം അമൃത ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമുക്കത് കണ്ടറിയാം. നമ്മൾ പല സിറ്റുവേഷനിൽ കണ്ടിട്ടുള്ള അവർ ഗോ ത്രൂ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു സ്ത്രീ, ഒരു അമൃത സുരേഷ് എന്ന് പറയുന്ന ഒരു സ്ത്രീ സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ആൾ ഐഡിയ സ്റ്റാർ സിംഗർ വഴി വരുന്നു. വളരെ ചെറുപ്പപ്രായത്തിൽ തന്നെ പ്രണയവിവാഹത്തിലൂടെ ബാല്യവിവാഹം കഴിക്കുന്നു. അതിലൊരു കുട്ടി ഉണ്ടാവുന്നു. പിന്നീട് അത് ഡൈവേഴ്സ് ചെയ്യുന്നു. അതിൻ്റെ റീസൺസ്, പേഴ്സണൽ മാറ്റേഴ്സ് നമുക്കൊന്നും അറിയില്ല. അത് അവർ പുറമേ പറഞ്ഞിട്ടില്ലെങ്കിലും പല പ്രാവശ്യമായിട്ട് ബാല വന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും അവരെ ചെളിവാരി തേക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും അത് അവരുടെ പേഴ്സണൽ മാറ്റേഴ്സാണ്. അവർക്ക് അവരുടേതായ പേഴ്സണൽ റീസൺസ്, അല്ലെങ്കിൽ അവരനുഭവിച്ചത്, അല്ലെങ്കിൽ അവർ ഗോ ത്രൂ ചെയ്ത സിറ്റുവേഷൻ ഒന്നും നമുക്കറിയില്ല. ഈ ജഡ്ജ് ചെയ്യാനിരിക്കുന്ന നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത മലയാളീസാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, എന്നിരുന്നാലും അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല, നടക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയായിരിക്കും അവർ സെപ്പറേറ്റ് ആയത്. സെപ്പറേറ്റായി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടുപേരും അവരുടെ ലൈഫ് സെപ്പറേറ്റായിട്ട് ജീവിക്കുകയാണ്. പാപ്പു എന്ന് പറയുന്ന അവന്തിക അമൃത സുരേഷിൻ്റെ കൂടെ ജീവിക്കുന്നു, അവരുടെ ഫാമിലിയായിട്ട് ജീവിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ബാല വേറെ വിവാഹം കഴിക്കുന്നുണ്ട്. അമൃത വേറൊരു റിലേഷൻ, ഇത്രയും നാളുകൾക്ക് ശേഷം അമൃത വേറൊരു റിലേഷനിൽ വരുന്നുണ്ട്. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ അത് വർക്കൗട്ട് ആയില്ല. അതിൻ്റെ റീസൺസ് നമുക്കറിയില്ല. അത് അവരുടേതായ പേഴ്സണൽ മാറ്റേഴ്സാണ്. അവർ മ്യൂച്വൽ റെസ്പെക്റ്റിൽ അത് പിരിഞ്ഞു കാണും. പക്ഷേ ഇതൊക്കെ പിന്നീട് ഇങ്ങനെ പല സംഭവങ്ങൾ അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. പല ട്രോമയിലൂടെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അമൃത സുരേഷ്. എന്നിട്ടും ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഈ ബാല വന്നിട്ട് പല വീഡിയോസിലൂടെ പറയുന്നുണ്ട് അമൃതേനെ പറ്റിയും അമൃതയുടെ ഫാമിലിനെ പറ്റിയും. കുട്ടീനെ കാണിക്കുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഈ പാപ്പു പറയുന്ന വീഡിയോയിലും പറയുന്നുണ്ട് കുട്ടീനെ വേണമെന്നുള്ളവർ ഒരിക്കൽ പോലും പിടിക്കുന്നില്ല. അങ്ങനെ നമുക്കറിയില്ല ഇതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിക്കുന്നത്, എന്താ അവരുടെ പേഴ്സണലായിട്ട് എന്താ പ്രശ്നം എന്നറിയില്ല. ഇത് കഴിഞ്ഞ് അമൃത ഇട്ട വീഡിയോയിൽ അമൃത പറയുന്നുണ്ട് ചൈൽഡ്ഹുഡിൽ പാപ്പുവിന് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, പാപ്പുവിൻ്റെ നേരെ വരെ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അമൃത ചോര തുപ്പി വരെ ഒരു സൈഡിൽ ഇരുന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത്രയും ഒരു സ്ത്രീനെ ദ്രോഹിച്ചിട്ടുണ്ടാവാം. ഒന്ന് ഓർത്ത് നോക്കുക. നമുക്കൊരു ചിന്തിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലാവില്ലേ ഇത്രയും സ്നേഹിച്ചൊരു ലവ് മാരേജ് ചെയ്ത ഒരു വ്യക്തിയിൽ നിന്നും ഒത്തിരി ട്രോമ നേരിടാതെ ഒരിക്കലും ഒരു സ്ത്രീ ഇറങ്ങി പോവില്ല. അതും അങ്ങനെ ഇറങ്ങി പോന്നിട്ടും വീണ്ടും അവരെ ചൂഷണം ചെയ്യുന്നത് ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ പോകുന്നതിൻ്റെ പേരിൽ തന്നെ പല കാരണങ്ങളും പറഞ്ഞ് നമ്മുടെ മലയാളികൾ കുറേ അവരെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്.
അവരുടെ ഫാമിലി ഇങ്ങനെയാണ്, പാപ്പുവിനെ കാണിക്കുന്നില്ല, അങ്ങനെയാ ഇങ്ങനെയാ, ക്യാഷ് വാങ്ങി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ, ഇതൊന്നും നമുക്ക് വ്യക്തമായ ഒരു തെളിവുമില്ലാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇതെല്ലാം അവർ ഗോ ത്രൂ ചെയ്തു. വീണ്ടും വീണ്ടും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഇവരിങ്ങനെ ടോർച്ചർ ചെയ്യുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, എന്തുമാത്രം വിഷമത്തിലൂടെയായിരിക്കും ആ സ്ത്രീയും ആ ഫാമിലിയും കടന്നു പോകുന്നത്. അവർ ഒറ്റയ്ക്ക് ആ കുട്ടീനെ വളർത്തുന്നതാണ്. അവർ ഒറ്റയ്ക്ക് അവർ കഷ്ടപ്പെട്ട് തന്നെ അവരത്രയും സ്റ്റേജ് ഷോസും പരിപാടികളും വ്ളോഗിങ് അങ്ങനെ ഒത്തിരി ചെയ്തിട്ടാണ് അവർ ക്യാഷ് ഉണ്ടാക്കുന്നതും അവരുടെ മകളെ നോക്കുന്നതും. നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ മകളെ നോക്കിക്കൊണ്ട് പോകുന്നത്. പിന്നെ അമൃത ആ കുട്ടീനെ നന്നായിട്ടല്ല നോക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ പാപ്പു അത്യാവശ്യം മനസ്സിലാക്കാനും പറയാനും പ്രായമായിട്ടുണ്ട്. ആ പാപ്പു ഇപ്പോൾ വന്ന് പറഞ്ഞ ആ വീഡിയോയിൽ ആ അമ്മേനെ പറ്റി അവർ മര്യാദയ്ക്കല്ല നോക്കുന്നതെങ്കിൽ ആ കുട്ടി ഉറപ്പായിട്ടും സംസാരിച്ചേനെ. പക്ഷെ അവരത്ര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അവർ അവരുടെ ലൈഫ് ജീവിച്ച് പോവുകയാണ്. അപ്പോൾ അവരെ ജീവിക്കാൻ അനുവദിക്കുക, അല്ലാതെ അവരെ ഇങ്ങനെ ഇട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കല്ലേ. അവരെ ഒരു കുട്ടി വീഡിയോ ഇട്ടതിൻ്റെ പിന്നിലുള്ള സിറ്റുവേഷൻ, ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ, ആ കുട്ടി അനുഭവിച്ച കാര്യങ്ങളാവാം, അത് പറയുന്ന രീതി, ആ കുട്ടിയുടെ മെച്യൂരിറ്റി ലെവൽ, 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ മെച്യൂരിറ്റി ലെവൽ വെച്ച് മാത്രം കാണുക, അല്ലാതെ അതിൻ്റെ അടിയിൽ വന്നിരുന്ന് അവരെ വളരെ മോശമായിട്ട് പറയും. അതിനെ തുടർന്ന് അവളുടെ അമ്മ വീഡിയോ ഇട്ട് കരയുന്ന ഒരു സ്ത്രീ വന്നിട്ട് ഇത്രയും വലിയൊരു സമൂഹ മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിരുന്ന് കരയേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ടല്ലോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആ കുട്ടിക്ക് വേണ്ടിയിട്ട്, ആ കുട്ടീനെ എതിരെ പറയുന്നത് കണ്ട് ചങ്ക് പൊട്ടിയിട്ടായിരിക്കും ആ അമ്മ അവിടെ വന്നിരുന്ന് കരയുന്നത്. ഒന്ന് ഓർത്ത് നോക്കുക, നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന്. അമൃത സുരേഷ് എന്ന് പറയുന്ന ഒരാളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അവരുടെ റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയതും അവരെങ്ങനെ ജീവിക്കുന്നുണ്ടെന്ന് എല്ലാം നമുക്കറിയാവുന്ന. അപ്പോൾ അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന, അതിൻ്റെ മകളെ വളർത്താൻ ശ്രമിക്കുന്ന, അതിന് മുന്നോട്ടൊരു ജീവിതം ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നതാണ് എപ്പോഴും ഒരു സപ്പോർട്ടും ഒരു കൈത്താങ്ങുമെല്ലാം. അപ്പോൾ അങ്ങനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു റിലേഷൻഷിപ്പിൽ പോയി അതും ഫെയിലായിട്ട് അതിൽ നിന്നും പിടിച്ചു കയറാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീനെ നമ്മൾ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവരെ ഉപദ്രവിക്കാതിരിക്കുമെങ്കിലും ചെയ്യും. അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ. അവരുടെ ലൈഫ്, അവർ ഗോ ത്രൂ ചെയ്ത സിറ്റുവേഷൻസ്, അവർ അനുഭവിച്ച ടോർച്ചർ, ട്രോമ ഒന്നും നമുക്കറിയില്ല. അവർ അത്രയും അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമായിരിക്കും അവർ സെപ്പറേറ്റ് ആയതും. അവർ രണ്ടുപേർക്കും രണ്ടുപേരുടേതായ കാര്യങ്ങളും ഉണ്ടാവും. അവരുടെ ശരികൾ, അവരുടെ തെറ്റുകൾ അതെല്ലാം അവർ തീരുമാനിക്കേണ്ടതാണ്. അതിനെ ഇരുന്ന് ജഡ്ജ് ചെയ്ത് ഒരു കുഞ്ഞു കുട്ടീനെ, ഒരു 12 വയസ്സുള്ള കുട്ടി ഗോ ത്രൂ ചെയ്ത സിറ്റുവേഷൻ, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെയും ജഡ്ജ് ചെയ്ത് അവരെ വളർത്തുന്ന പേരൻറ്റിങ്ങിനെ കുറിച്ചും കുറ്റം പറഞ്ഞ് ചെയ്യാനുള്ള ഒരു അധികാരവും മലയാളീസിനില്ല. മലയാളീസ് എന്നല്ല, ഒരാൾക്കും അതിനുള്ള അധികാരം ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടി വന്നതാണ് സത്യം പറഞ്ഞാൽ അവർക്കുണ്ടായ പ്രശ്നം. അവരുടെ ലൈഫ് സോഷ്യൽ മീഡിയയിൽ എക്സ്പ്രസ് ആയി അല്ലെങ്കിൽ പബ്ലിക്കായി വന്നു എന്നതുകൊണ്ട് മാത്രം ഇത്രയും ടോർച്ചർ അനുഭവിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇതുപോലെ ജീവിക്കുന്ന ഒരുപാട് അമ്മമാരും ഒരു സിംഗിൾ പേരൻറ്റിങ് നടത്തുന്ന ഒരുപാട് അമ്മമാരുണ്ടാവും. അവരെല്ലാം ഗോ ത്രൂ ചെയ്ത സിറ്റുവേഷൻ, അവർ ലൈഫിൽ ഒറ്റയ്ക്കായി പോകുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അടിച്ചമർത്താനേ സമൂഹം ശ്രമിക്കുകയുള്ളൂ. പക്ഷേ ഒരു കൈത്താങ്ങ് ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കുടുംബങ്ങളാണ്, എത്ര പേരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ പറ്റാതെ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഈ ഫാമിലീനെ നമ്മൾ തളർത്തിക്കളയല്ല വേണ്ടത്. അവരതിനെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ കൈത്താങ്ങായി നിൽക്കുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക, അവരെ ജീവിക്കാൻ അനുവദിക്കുക.